യെച്ചൂരിയുടെ ഒരു അസാന്നിധ്യം പൊതുവേ ഒരു ഏകോപനത്തെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞിട്ട് പോലും ഇവർ കൂട്ടാക്കിയിട്ടില്ല. ഇപ്പം ഞാൻ കൃത്യമായിട്ട് പറയട്ടെ, ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഈ ഔട്ട്റീച്ചിൻ്റെ ഭാഗമായിട്ട് പോയ സമയത്ത് എൻ്റെ ഔട്ട്റീച്ചിൽ ഉണ്ടായിരുന്ന ആൾ JDUവിൻ്റെ വർക്കിംഗ് പ്രസിഡൻറ്റ് സഞ്ജയ് ജയാണ്. എൻ്റെ ഒരു സ്നേഹിതം കൂടിയാണ്, ജയനിൽ പഠന വിദ്യാർത്ഥിയായിരുന്നു. അദ്ദേഹമായിട്ട് മനസ്സ് തുറന്ന് സംസാരിച്ചപ്പോൾ അത് അന്ന് നിതീഷ് കുമാറിനെ ആ സഖ്യത്തിൽ നിലനിർത്താൻ പറ്റിയിരുന്നെങ്കിൽ ഇന്ന് മോഡി എന്നുള്ളൊരു ഭരണാധികാരി ഇന്ന് ഉണ്ടാവില്ലായിരുന്നു. കോൺഗ്രസ് വെച്ച് താമസിച്ച് കൺവീനർ സ്ഥാനം കൊടുക്കാതെ പിടിച്ച് അവിടെ വഴക്കുണ്ടാക്കിച്ചിട്ട് എന്തെല്ലാം രൂപത്തിൽ അദ്ദേഹം അതിൻ്റെ ക്രൊണോളജിക്കലായിട്ട് പറയരുത്. ഞാൻ പുറത്ത് പറയണമെന്ന് എനിക്ക് സംശയമുണ്ട്. ചെയ്ത് അദ്ദേഹം പറഞ്ഞതാണ് ക്രൊണോളജിക്കലായി. അന്ന് ആ പ്രശ്നത്തിൽ കോൺഗ്രസ് ഒരു യുക്തമായ തീരുമാനം എടുക്കണമെന്ന് സീതാറാം യെച്ചൂരി പലതവണ അവരോട് പറഞ്ഞിരുന്നു. അവർ വെച്ച് താമസിപ്പിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്ക്, അന്ന് നിതീഷ് കുമാർ ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്നെങ്കിൽ 240 എന്നുള്ളത് എവിടെ എത്തിയേന്? 200-ന് താഴെയായിരുന്നു. ഈ ഒരു ഗവൺമെൻറ് ഉണ്ടാവില്ലായിരുന്നു, മൂന്നാമത്തെ ഗവൺമെൻറ് ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ആരാണ് ഉത്തരവാദി? ഇത് ഞാൻ കൃത്യത കൊണ്ട് പറയുന്നത്, അല്ലാതെ എനിക്ക് പ്രത്യേകിച്ചൊരു അവകാശവാദമല്ല. നിങ്ങൾ അതിൻ്റെ ക്രൊണോളജി നോക്കിയാൽ മതി. അദ്ദേഹം മനസ്സിലായി, അദ്ദേഹം അൺവാണ്ടഡാണ്, എന്നാൽ അദ്ദേഹത്തിനെ ശരിപ്പെടുത്തുന്നുള്ളത് മനസ്സിലായി. അദ്ദേഹം പോയി. പാർട്ടിയിൽ അതുപോലല്ലേ, അമരേന്ദ്ര സിംഗ് പോയി, കപിൽ സിബൽ പോയി, ഗുലാം നബി ആസാദ് പോയി, ഈ ഹിമന്ത ബിശ്വ ശർമ്മയൊക്കെ അപ്പുറത്തെ മുഖ്യമന്ത്രിയായി. BJPക്ക് ഒരുപാട് നല്ല കഴിവുള്ള ആൾക്കാർ സംഭാവന ചെയ്തിട്ടുണ്ട്. BJPയുടെ ഒരു ട്രെയിനിങ് സെൻ്റർ ഉദാരമനസ്കത അവർ കാണിച്ചിട്ടുള്ള കാര്യം തർക്കമൊന്നുമില്ല അക്കാര്യത്തിൽ. അല്ല, ഞാൻ ഈ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഇലക്ഷൻ്റെ പശ്ചാത്തലം ഈ സഞ്ജയ് എന്നോട് പറയുമ്പോൾ ഡേറ്റ് വെച്ച് പറയുകയാണ്, ഇങ്ങനെയാണ് സംഭവിച്ചു പോയെന്നുള്ളത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ബീഹാർ നിതീഷ് കുമാർ ഉണ്ടായിരുന്നെങ്കിൽ. ഇനിയും ഈ കോൺഗ്രസിൻ്റെ ഒരു നേതൃത്വത്തിൽ ഇന്ത്യ ബ്ലോക്ക് എന്നൊരു സംവിധാനം മുന്നോട്ട് പോകുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഈ ഇലക്ഷൻ കഴിഞ്ഞ ശേഷം ഇതുവരെ സംഘടനാ നേതാക്കളെ വെച്ചിട്ടൊരു യോഗം ഇന്ത്യ നടത്തിയിട്ടില്ല. പിന്നെ ഇപ്പോൾ ഇവർ പറയണമെന്ന് വെച്ചാൽ, ചില ആൾക്കാർ അനൗപചാരികമായി പറയുന്നതെന്ന് വെച്ചാൽ അതൊരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊരു സംഭവമാണെന്നുള്ളത്. രാഷ്ട്രീയം എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് മാത്രമാണ്. ഇവർ തന്നെ മറിച്ചെന്താ പറയുന്നത്, പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് മാത്രമല്ലല്ലോ. തെരഞ്ഞെടുപ്പ് അതിനകത്ത് ഒരു ഘട്ടം മാത്രമല്ലേ, ഓരോ ദിവസവും പൊളിറ്റിക്സ് അല്ലേ. ഇപ്പം ജനവിരുദ്ധമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ കൊണ്ടുവരുന്നു, നടപടികൾ കൊണ്ടുവരുന്നു, തീരുമാനങ്ങൾ കൊണ്ടുവരുന്നു. അതൊക്കെ ഇലക്ഷനെ പോലെ തന്നെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുഹൂർത്തങ്ങളല്ലേ. അപ്പോൾ ഇലക്ഷൻ എന്നുള്ള ഒരു ഘട്ടം മാത്രമാണോ രാഷ്ട്രീയത്തിൽ? അങ്ങനെയാണ് 5 വർഷം തിരഞ്ഞെടുപ്പിന് ശേഷം പിന്നെ എല്ലാവരും പോയി കിടന്നുറങ്ങിയാൽ പോരെ, ഈ പരിപാടിക്ക് നിൽക്കണ്ടല്ലോ. പക്ഷേ ഈ സംസ്ഥാനങ്ങളിൽ സഖ്യസാധ്യതയാണ് ഇത് പൊളിച്ചതെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ, ഹരിയാനയാണെങ്കിൽ, പഞ്ചാബ് വരാൻ പോകുന്നു, കേരളം വരാൻ പോകുന്നു. ഇവിടേക്ക് ഈ ഒരു സഖ്യം പ്രാവർത്തികമാകുന്നതിന് വലിയ പ്രശ്നങ്ങളുണ്ട്. നമുക്ക് ഉദ്ദേശശുദ്ധി, ഞാനിപ്പോഴും ഉദ്ദേശശുദ്ധി നമുക്കുണ്ട് എങ്കിൽ, നമുക്ക് ഒരു ലാർജർ കോസ് ഉണ്ട് എങ്കിൽ, ഇപ്പം ഞങ്ങളെല്ലാം മോഡി ഗവൺമെൻറ്റിന് ശക്തരായിട്ടുള്ള വിമർശകരാണ്. അക്കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവുമെന്ന് തോന്നില്ല. ഞങ്ങൾ യാതൊരുവിധ സങ്കോചവുമില്ലാതെ ഞങ്ങൾ ഈ ഒരു ദൗത്യത്തോട് സഹകരിച്ചില്ലേ, ഈ ഔട്ട്റീച്ചിനോട് ഒരു സങ്കോചം ഞങ്ങൾ കൊണ്ടുവച്ചു. ഞങ്ങൾ കണ്ടീഷൻസ് വെക്കായിരുന്നു, വെച്ചില്ല, സഹകരിച്ചില്ല. അപ്പം പൊളിറ്റിക്സിൽ കുറച്ച് ലാർജർ കോസ് ഉണ്ട്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഞങ്ങൾ ഇവിടെ ഡൽഹിയിൽ 2004 വരുമ്പോൾ 60 MP ഞങ്ങൾ ഫൈറ്റ് ചെയ്ത ആരോടാണ്? കോൺഗ്രസിനോടല്ല ഫൈറ്റ് ചെയ്തത്. ഞങ്ങളുടെ ഫസ്റ്റ് എതിരാളി കോൺഗ്രസ് ആയിരുന്നില്ലേ, അന്ന് BJP അല്ലല്ലോ. ഞങ്ങൾ എതിർത്ത് തോൽപ്പിച്ചവരെ മന്ത്രിയാക്കാനും അവരുടെ ഭരണം കൊണ്ടുവരാനും വേണ്ടിയല്ലേ ഞങ്ങൾ ശ്രമിച്ചത്. അപ്പം ഞങ്ങൾക്കൊരു ലാർജർ കോസ് ഉണ്ടായിരുന്നില്ലേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് ചിന്തിച്ചാൽ പോരായിരുന്നു കോൺഗ്രസ് വേണ്ടെന്നുള്ളത്. ഞങ്ങളുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എതിരാളികൾ അവരല്ലേ. അപ്പോൾ പൊളിറ്റിക്സിൽ നമ്മളെപ്പോഴും ലാർജറായൊരു കോസ് വേണം. എന്നുവെച്ചാൽ ചുമരുണ്ടെങ്കിൽ ചിത്രം. എന്തുകൊണ്ടാണ് കോൺഗ്രസ് മനസ്സിലാവാത്ത ഈ ഘട്ടത്തിൽ? അത് നിങ്ങൾ ചോദിക്കണം കോൺഗ്രസിനോട്.